ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വോളറ്റൈലായിട്ടൊരു ട്രേഡിംഗ് സെഷൻ ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റുകളിൽ കാണാനുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ചെറിയ ഗെയിനോടുകൂടി ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും എൻഡാവുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു എക്സ്പയറി ഡേൻ്റെ അതേ വോളറ്റിലിറ്റി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ കാണാനായിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 14,979 മുകളിൽ ഓപ്പണായ മാർക്കറ്റിൽ ഏകദേശം 30 പോയിൻറ്റ്സിന് മുകളിലുള്ള ഗെയിനോടുകൂടിയാണ് മാർക്കറ്റ് എൻഡായത്. 14,894 മുകളിലാണ് ഇന്ന് നിഫ്റ്റി എൻഡായിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും 32 പോയിൻറ്റ്സിൻ്റെ മുകളിലുള്ളൊരു ഗെയിനാണ് കണ്ടത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ലോസ് 8 പോയിൻറ്റ്സിൻ്റെ ഒരു ലോസോട് കൂടിയാണ് ബാങ്ക് നിഫ്റ്റിയും എൻഡായത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും മെറ്റൽ സെക്ടർ ആയിരുന്നു ടോപ്പ് പെർഫോമറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ മെറ്റൽ സെക്ടർ ചെറിയൊരു ബ്രേക്ക് എടുത്തുവെങ്കിലും ഇന്ന് നല്ല രീതിയിലൊരു തിരിച്ചുവരവ് മെറ്റൽ സെക്ടറിൽ കാണാനുണ്ടായിരുന്നു. PSU ബാങ്ക്, ഓട്ടോ ഈ സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനിലും പോയിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, ഹിഡാൽകോ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. അതുപോലെ തന്നെ ഒരു അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 20 സ്റ്റോക്കുകളാണ് അഡ്വാൻസസിൽ നിന്നത്. 29 സ്റ്റോക്കുകൾ ഡിക്ലൈനിലും ഒരു സ്റ്റോക്ക് അൺചേഞ്ച്ഡ് പൊസിഷനിലുമാണ് ഇന്ന് നിഫ്റ്റിയിൽ നിന്നത്. മിഡ് ക്യാപ്പിൽ ഏകദേശം 0.12% ലോസും സ്മോൾ ക്യാപ്പിൽ 0.72% ഗെയിനും റിപ്പോർട്ട് ചെയ്തു. സ്മോൾ ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് 7ാമത്തെ ദിവസമാണ് ഈ ഒരു റാലി തുറന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നത്. SGX നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് മൂഡിനുള്ള സാധ്യതകളാണ് പ്രിൻറ്റ് ചെയ്തത്. തുടർന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഒരു ഗെയിൻ കണ്ടിന്യൂ ചെയ്യാൻ ആദ്യത്തെ ഒരു മണിക്കൂറിന് ശേഷം ആ ഒരു ഗെയിൻ കണ്ടിന്യൂ ചെയ്യാൻ ഇന്ത്യൻ മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ. എന്നിരുന്നാലും പ്രീവിയസ് ഡേയുടെ ക്ലോസിൽ നിന്നും അതിനു മുകളിലാണ് മാർക്കറ്റ് എൻഡ് ആയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 14,800 മുകളിൽ മാർക്കറ്റ് വീണ്ടും ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് സോണുകൾ 14,983 ആ ഒരു റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് സോണുകൾക്ക് താഴെയാണ് മാർക്കറ്റ് വീണ്ടും എൻഡ് ആയിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു റേഞ്ചിൽ 14,800 14,900 മാർക്കറ്റ് വരും ദിവസങ്ങളിലും ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ ഏകദേശം 14,831 14,810 820 ആ ഒരു റേഞ്ചിന് മുകളിൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്കൊരു പക്ഷേ 15,000 15,200 ആ ഒരു റേഞ്ചിലേക്കുള്ള റാലികൾ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതല്ല ഈ ഒരു 14,810 താഴേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ 14,750 റേഞ്ചുകളായിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. ഇനി നമുക്ക് ഇന്നലെ ഫെഡറൽ റിസർവിൻ്റെ ഔട്ട്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ 0യുടെ അടുത്ത് തന്നെ കീപ്പ് ചെയ്തു. അതിൽ നിന്ന് ഒരു ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ജോ ബൈഡൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം $1.8 ട്രില്യൺ ഒരു സ്റ്റിമുലസ് പാക്കേജ് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയുണ്ട് എന്നൊരു അനൗൺസ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾക്കൊക്കെ ഒരു ഉത്തേജനം പകർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ ലെവലുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു ലെവലുകൾ 14,800 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ട്രാക്ക് ചെയ്യുക. അതിനെ തുടർന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളും പ്ലാൻ ചെയ്യുക. ഇനി അടുത്തൊരു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും ഇന്നൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് എൻഡായിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 33,700 മുകളിൽ മാർക്കറ്റ് നിലനിൽക്കുന്നു. അപ്പോൾ നമുക്കതൊരു 33,500 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നു എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ഹോൾഡിംഗ് നടക്കുകയാണ് എങ്കിൽ 33,500 മുകളിൽ മാർക്കറ്റ് വരും ദിവസങ്ങളിലും ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് 34,000 34,200 ആ ഒരു റേഞ്ചിലേക്കുള്ള റാലികൾ നമുക്ക് വരും ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കാം. അതല്ല ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ 33,300 റേഞ്ചുകളായിരിക്കും സപ്പോർട്ട് സോൺസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വരികയാണ് എങ്കിൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ നല്ലൊരു പോസിറ്റീവ് മൂഡിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പക്ഷേ US മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂഡ് പ്രതീക്ഷിക്കാം. യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഒരു മിക്സഡ് ട്രെൻഡ് തുടരുന്നു. ഏഷ്യൻ മാർക്കറ്റിലും മിക്സഡ് ട്രെൻഡാണ് കണ്ടുവരുന്നത്. SGX നിഫ്റ്റി 44 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആവുന്നു. ഗോൾഡിൻ്റെ പ്രൈസിലൊരു ഡിക്ലൈൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യം വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു തിരിച്ചുവരവ് കാണുന്നു. 31 പൈസ ഉയർന്ന് 74.04 ട്രേഡ് എൻഡ് ആയിരിക്കുന്നത്. ഇത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഗുണകരമായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 800 കോടിക്ക് മുകളിലൊരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വിത്ഡ്രോവലാണ് വരുന്നത്. 942 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റോക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ
NMDCൻ്റെ സ്റ്റോക്ക് ഒന്ന് ചാർട്ടൊന്ന് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം വീണ്ടും നല്ലൊരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഈ ഒരു മൂവ് കിട്ടുകയാണ് എങ്കിൽ നമുക്കൊരു അപ്സൈഡിനുള്ളൊരു സാധ്യതകൾ നമുക്ക് NMDCൻ്റെ ചാർട്ടിലും പ്രതീക്ഷിക്കാം. 154-155 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ NMDC നമുക്ക് ഒന്ന് ട്രാക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. ഇനി അതുപോലെ തന്നെ നാഷണൽ അലുമിനിയം ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് നമുക്കൊരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നല്ല വോളിയത്തിലും കാണുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലൊരു 65 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണ് എങ്കിൽ നമുക്ക് നാഷണൽ അലുമിനിയവും ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റീൽ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ചൈനയിലൊക്കെ വീണ്ടും ഡിമാൻഡ് നല്ല രീതിയിൽ വർദ്ധിക്കുന്നു എന്ന രീതിയിലൊരു വാർത്ത കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ സ്റ്റീലിൻ്റെ വാറ്റിൻ്റെ മേലുള്ള റിബേറ്റിൽ വീണ്ടും കട്ട് വരുത്തിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു സ്റ്റീൽ സെക്ടറിനെ വീണ്ടും ഗുണം ചെയ്യും എന്ന രീതിയിലാണ് മിക്ക അനലിസ്റ്റുകളൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അത് തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ JSW സ്റ്റീൽ മാത്രമല്ല ടാറ്റ സ്റ്റീൽ, അതുപോലെ തന്നെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒക്കെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു അപ്സൈഡിലുള്ള ചാർട്ടുകളാണ് ഈ ഒരു കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റീൽ സെക്ടറിലുള്ള പ്രത്യേകിച്ചും ടാറ്റ സ്റ്റീൽ അതുപോലെ തന്നെ JSW സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ഓക്സിജൻ്റെ സപ്ലൈ അതും ഒരു ന്യൂസായിട്ട് നിലനിൽക്കുന്നു. അപ്പം എന്നിരുന്നാലും ഈ സ്റ്റീൽ സെക്ടറിലുള്ള സ്റ്റോക്കുകളും നിങ്ങളുടെ ട്രാക്കിങ്ങിലേക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ഇവരുടെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്കും നിങ്ങളുടെ അനാലിസിസിലേക്ക് വിട്ടുതരുന്നു. ബ്രേക്കൗട്ടുകൾ വീണ്ടും നമുക്കൊരു ക്യാൻഡിലിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ, ഇന്നത്തെ ഒരു ക്യാൻഡിലിൽ നിന്ന് ബ്രേക്കൗട്ടുകൾ ഹാപ്പിയസ്റ്റ് മൈൻഡിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കിനെയും ഒന്ന് കൺസിഡർ ചെയ്യുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ഓർഡർ വിന്നുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ് ഇവർക്ക് ഏകദേശം 25 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ US അതുപോലെ തന്നെ യൂറോപ്യൻ കാരവാൻ ട്രെയിലർ മാർക്കറ്റിൽ നിന്ന് വിൻ ചെയ്തിട്ട് അറിയിച്ചിരിക്കുന്നു. ഏകദേശം 1,70,000 വീൽസിൻ്റെ എക്സ്പോർട്ട് ഓർഡേഴ്സ് ആണ് കിട്ടിയതെന്നാണ് കമ്പനിയുടെ അനൗൺസ്മെൻറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ രത്തൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ റെവോൾട്ട് ഇൻ്റലികോർപ്പിലുള്ള ഏകദേശം 43% സ്റ്റേക്ക് അക്വയർ ചെയ്യാനായിട്ട് പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. റെവോൾട്ട് ഇൻ്റലികോർപ്പ് എന്ന് പറയുമ്പോൾ അവർ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ മേക്കർ ആ ഒരു വിഭാഗത്തിൽ വരുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ മൈക്രോമാക്സിൻ്റെ ഫൗണ്ടർ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത കമ്പനിയൊക്കെയാണ്. അപ്പം അതിലേകദേശം 43% സ്റ്റേക്ക് ഇവർ അക്വയർ ചെയ്തിരിക്കുന്നു. ഈ ഒരു അക്വിസിഷൻ വഴി നോക്കിക്കഴിഞ്ഞാൽ രത്തൻ ഇന്ത്യയ്ക്ക് അവരുടെ ബോർഡിൽ ഏകദേശം 50% സീറ്റ്സും കിട്ടും എന്ന രീതിയിലും അറിയിച്ചിരിക്കുന്നു കമ്പനിയുടെ അനൗൺസ്മെൻറ്റുകളിൽ. ഇതവർക്കൊരു പോസിറ്റീവ് ന്യൂസായിട്ടും നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ട്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 41% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2,143 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 34.6% ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നു. 12,132 കോടിയാണ് ടോട്ടൽ റവന്യൂ ആയിട്ട് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും 17 രൂപ പെർ ഷെയറിൽ ഒരു ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുമുണ്ട്. ഇനി ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ഇയർ 17 മുതൽ 21 വരെ നോക്കിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്താണ് ഇവരുടെ റവന്യൂവിലും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു Q4 നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ 80% റവന്യൂവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹെൽത്ത് കെയർ അതുപോലെ തന്നെ ഹൈജീൻ ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഈ ഒരു ബിസിനസ്സാണ് ഇവരുടെ 80% റവന്യൂവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ ഒരു വിഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ ഡബിൾ ഡിജിറ്റുള്ള ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കമ്പനിയുടെ അനൗൺസ്മെൻറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസായിട്ട് തന്നെ റിസൾട്ടുകളായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി ബജാജ് ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം അവരുടെ Q4 റിസൾട്ടിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 1.7% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 1,332.1 കോടിയാണ് ഈ ഒരു Q4 നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 26% വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 8,596 കോടിയാണ് ടോട്ടൽ റവന്യൂ ആയിട്ട് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 140 രൂപ പെർ ഷെയറിൽ ഒരു ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുമുണ്ട്. ഇനി ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 21 മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും അതുപോലെ തന്നെ റവന്യൂ ഇതെല്ലാം തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നല്ല രീതിയിൽ നല്ലൊരു അടി വാങ്ങിയിട്ടുണ്ട് എന്ന രീതിയിലാണ് അവരുടെ റിസൾട്ടുകൾ കാണിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 20 നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂ 31,443 കോടിയായിരുന്നു. അത് ഫിനാൻഷ്യൽ ഇയർ 21ലേക്ക് വരുമ്പോൾ 27,741 കോടിയായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ 20 5,212 കോടിയിൽ നിന്നും 2021ലേക്ക് വരുമ്പോൾ 4,555 കോടിയായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. എന്നിരുന്നാലും
അവർക്ക് ഇപ്പോൾ ഒരു തിരിച്ചുവരവ് അതുപോലെ തന്നെ സസ്റ്റൈൻഡ് ആയിട്ട് നിലനിൽക്കാനുള്ള സാധ്യതകൾ കമ്പനി പറയുന്നുമുണ്ട്. അതുപോലെ തന്നെ ബജാജ് ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ബജാജ് ചെയർമാനായിട്ട് റിസൈൻ ചെയ്തിരിക്കുന്നു എന്ന രീതിയിലാണ് എന്നൊരു വാർത്തയും ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് ലോറസ് ലാബിനെ സംബന്ധിച്ചിടത്തോളം 296.7 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 110 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 68.3% വർധനവുണ്ടായിരിക്കുന്നു. 1411.9 കോടി ടോട്ടൽ റവന്യൂ ആയിട്ട് ഈ ഒരു ക്വാർട്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ 839 കോടിയായിരുന്നു ടോട്ടൽ റവന്യൂ ആയിട്ട് നിലനിന്നത്. ഇനി അടുത്തായിട്ട് ബയോകോണിലേക്ക് വരുമ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 18% വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 1839 കോടിയാണ് ഓപ്പറേഷൻസിലുള്ള റവന്യൂ കാണിച്ചിരിക്കുന്നത് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ. എബിഡ നോക്കിക്കഴിഞ്ഞാൽ അതിലും 68% ഗ്രോത്തും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2,540 കോടിയാണ് 254 കോടിയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് ബയോകോൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 123 കോടിയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ ടൈറ്റാനിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ Q4 റിസൾട്ട്സും പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും നല്ല റിസൾട്ടാണ് ടൈറ്റാനും പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 48.2% ഗ്രോത്താണ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 529 കോടിയാണ് ഈ ഒരു ക്വാർട്ടറിൽ അവർ നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 357 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 61.1% ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നു. 7,137 കോടിയാണ് ഓപ്പറേഷൻസിനുള്ള റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം 2.1% ഡിപ്പ് റവന്യൂ ഓപ്പറേഷൻസുള്ള റവന്യൂയിൽ ഉണ്ടായിരിക്കുന്നു എന്ന രീതിയിലും കമ്പനിയുടെ അപ്ഡേറ്റുകളിൽ പറയുന്നു. എന്നിരുന്നാലും കമ്പനി എടുത്തു കാണിക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്വല്ലറി സെഗ്മെൻറ്റ് അതുപോലെ തന്നെ ഐവെയർ സെഗ്മെൻറ്റ് ഇവിടെയുള്ളൊരു നല്ലൊരു റവന്യൂ ഗ്രോത്താണ് ഇതിൽ മെയിനായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന രീതിയിൽ കമ്പനി പറയുന്നു. അതുപോലെ തന്നെ അവരുടെ വാച്ച് ഡിവിഷൻസ് വാച്ച് ഡിവിഷനുള്ള ബിസിനസ്സുകളും വീണ്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ പഴയ രീതിയിലേക്കുള്ളൊരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലും കമ്പനിയുടെ അപ്ഡേറ്റുകളിൽ പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. ഈ ഒരു ന്യൂസുകളും അതുപോലെ പറഞ്ഞ സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അനാലിസിസിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾക്ക് കമൻറ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നമുക്ക് പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.